ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 13ാമത്തെ ദിവസമാണ് ഇന്നിവിടെ നമ്മൾ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡേ 13 ആണ്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഫിയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മളെ പ്രോഗ്രാംസുകളും ഫ്രീ സെഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മാജിക്കൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് റിമൈൻഡ് ചെയ്യാനുണ്ട്. കാരണം ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെഷൻ ആയിട്ടും വീഡിയോസ് ആയിട്ടും ഈ വിസ്ഡംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണ്ടേ. അതുകൊണ്ട് ഇത് പരിഗണിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമുക്ക് പ്രാക്ടീസിലേക്ക് പോവാം. അപ്പോ നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ 13ാമത്തെ ദിവസമാണ്. നമ്മൾ 12 ഡേയ്സ് നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 12 ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ഉള്ള കാര്യത്തിന് നന്ദി പറയാ എന്നുള്ളതായിരുന്നു. നമുക്ക് ഓൾറെഡി ഉള്ള അനുഗ്രഹത്തിന് നന്ദി പറയാ. ഓൾറെഡി നമുക്ക് ചില നമുക്ക് കാണാൻ പറ്റാത്ത നമ്മളെ ഇതുവരെ നമ്മൾ അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ പ്രാക്ടീസ് പറയുന്നത് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പല ആളുകളും ചോദിക്കും, ഇത്രയും പ്രാക്ടീസ് എന്നും വന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക എന്നുള്ളത് നമ്മളുടെ കടമ കൂടിയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് 12 ദിവസം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തു വന്ന് ഓരോ ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്തു. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് മുഫിദ. ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ്. നിങ്ങളുടെ ലൈഫിൽ അപ്ഡേഷൻ വേണം, ലൈഫിൽ ഒരു മാറ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസിൽ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. അതിലെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ 13ാമത്തെ ദിവസത്തിൽ നമ്മൾ പറയുന്നത് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടിയാണത്. ഇപ്പൊ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഹൗ ഫാക്ടർ, അതായത് എങ്ങനെ സംഭവിക്കും എങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യാതെ ഒരു ബുക്സ് എടുത്തിട്ട് അതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്പർ ഇട്ടിട്ട് വിഷ് ലിസ്റ്റ് എന്ന് എഴുതി തന്നെ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതില് ഒരു നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആഗ്രഹങ്ങളൊക്കെ ഈ വിഷ് ലിസ്റ്റിൽ നിങ്ങൾ കൊടുത്ത ആഗ്രഹങ്ങളാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഗോൾസുകളല്ല, വിഷ് ലിസ്റ്റ് പറഞ്ഞ ആഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം വിഷനൊക്കെ ഉണ്ടാകും. അപ്പൊ അതിലേക്കുള്ള ഗോൾസുകൾ അത് വേറെയാണ്, വിഷ് ലിസ്റ്റ് വേറെയാണ്. അപ്പൊ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഇവൻച്വലി നമ്മൾക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങണം, അല്ലെങ്കിൽ റൂം സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ വിഷ് ലിസ്റ്റില് എന്താ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. നമ്മളെ വിഷൊക്കെ കം ട്രൂ ആവേണ്ട ഒരു അവസ്ഥയൊക്കെ നമ്മൾ, അതായത് അതൊക്കെ ലൈഫിൽ വരണം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് എഴുതി വെച്ചിട്ടുള്ള വിഷ് ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അഡ്വാൻസ് ആയി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഓൾറെഡി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അത് ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഉള്ള കാര്യത്തിനാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 13ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് കിട്ടാനുള്ള കാര്യത്തിന് ഓൾറെഡി കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ ഈ കാര്യം കിട്ടിയതിന് നന്ദി അങ്ങനെ പറഞ്ഞു എഴുതൂലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട്.
ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നമ്മളിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഇല്ല ഇല്ല, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, ഈ ജോലി എനിക്ക് എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുക, എനിക്ക് അതിനുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ജോലി നമുക്കുള്ളതല്ല. കാരണം ആ ജോലിയുടെ വൈബ്രേഷനിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്നുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ആ ഒരു ജോലി നമുക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക, അത് ഫീൽ ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളത്. അതായത് ഇന്ന കാര്യങ്ങൾ കിട്ടിയതിന് നന്ദി, എന്നിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഫീൽ എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. ഓരോരോ കാര്യങ്ങൾ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന കാര്യം ചെയ്തതിന് നന്ദി, അല്ലെങ്കിൽ ജോലിയുടെ അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാലേ നമുക്ക് ഇമെയിൽ വന്നു, ആ ഇമെയിൽ വന്ന് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുമല്ലോ, അതിൽ എഴുതിയിട്ടുള്ള ആ കൺഫർമേഷൻ ലെറ്റർ ഒക്കെ നമുക്ക് വന്നതും അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി കിട്ടിയിട്ടുള്ളതായി വിഷ്വലൈസ് ചെയ്തിട്ട് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പോൾ കിട്ടാതെ ഇപ്പൊ ഇതിലിപ്പോ എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുക എന്നൊക്കെ തോന്നുന്ന ആളുകൾ ചിന്തിക്കുക, നമ്മൾക്ക് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുമായി അത്രേ ഉള്ളൂ ആഗ്രഹത്തിന്റെ വില, നമ്മൾ ആ ആഗ്രഹത്തിന് അത്രേ ഉള്ളൂ വില കാണുന്നുള്ളൂ. നമ്മൾക്ക് തീവ്രമായി നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾക്കൊരു ഒരു ഡ്രീം കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ ഇടക്കിടക്ക് ചെക്ക് ചെയ്യൂല അതിന്റെ പ്രൈസ് എത്രയാണ്, ഓഫർ പ്രൈസ് ഉണ്ടോ, അത് എവിടെയാണ്, എവിടെയാണ് അത്, നമ്മൾ എടുത്ത ഏത് ഷോപ്പിലാണ് ഇതുള്ളത്, അങ്ങനെ ടോട്ടലി നമ്മൾ അതുമായി അത്രയും കണക്റ്റഡ് ആവണം. ആ ആഗ്രഹവുമായി തീവ്രമായി ആഗ്രഹിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ കൂടെ നിന്ന് വരിക. അപ്പൊ ആ ഓൾറെഡി കിട്ടിയതായി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള ആഗ്രഹങ്ങൾ വിഷ് ലിസ്റ്റ് ആക്കി എഴുതിയിട്ട് അതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ചേർത്തിയിട്ട്, നിങ്ങൾ ഓൾറെഡി കിട്ടിയതായിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നന്ദി എഴുതുക, അങ്ങനെ നന്ദി എഴുതിയിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ള ഹൈ പവർഫുൾ ആയ വേർഡും അതിന്റെ കൂടെ എഴുതിയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇമാജിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വല്ല നഷ്ടമുണ്ടോ? നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാന്ന്, ഈ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഇമാജിൻ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡ്രീം കാർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാ ഡ്രീം കാർ എടുക്കാൻ പോകുന്നതും അത് നമുക്ക് റിസീവ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് അടക്കുന്നു, അങ്ങനെ ടോട്ടലി അതും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് യാതൊരു ചെലവും ഇല്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ മനസ്സിൽ അതിനുമായിട്ടുള്ള ബന്ധം അടുപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷസിനോട് നമ്മൾ അത്രയും അടുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്വാൻസ് ആയി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതുപോലെ തന്നെ ഇപ്പോ ചിലവരുണ്ട് തേങ്ങ ഉടക്കും, അതുപോലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ തേങ്ങ എടുക്കും. അതേപോലെ തന്നെ നേർച്ചൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മെഴുകുതിരി കത്തിക്കുക. അങ്ങനെ ഓരോ റിലീജിയസിനും ഓരോ മതസ്ഥരെയും നമ്മൾ ബഹുമാനിക്കണം. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരുടെ ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, തേങ്ങ ഉടക്കുക, അതേപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുക, പിന്നെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവാന്, അല്ലെങ്കിൽ വീട് പണി പെട്ടെന്ന് നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേർച്ച, അങ്ങനത്തെ ഓരോരുത്തർ ഓരോ റിലീജിയസും ഓരോന്ന് ഫോളോ ചെയ്യും. നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യം അത് ചെയ്തിട്ട് അത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച്, ഓൾറെഡി നമുക്ക് കിട്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ കിട്ടിയതിന് ശേഷം തേങ്ങ കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ വീട് പണി മുഴുവൻ നന്നായിട്ട് കഴിഞ്ഞതിന് ഞാനിങ്ങനെ നേർച്ച കൊടുക്കുന്നത്, അതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടാണ് അധികം നമ്മൾ അത് ചെയ്യാറ്. അപ്പോ കിട്ടുന്നതിന് മുന്നേ ഓൾറെഡി കിട്ടി എന്നുള്ള ഫീലോട് കൂടി അത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കും നിങ്ങളെ. അത് എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ പറയുന്ന പോലെ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, അത് ആദ്യം അത് ചെയ്യാം. ഈ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇന്റൻഷൻ ഒന്നും കൊടുക്കണ്ട. പക്ഷെ നമ്മൾ ഓൾറെഡി അത് നടന്നിട്ടായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അത് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഓൾറെഡി ഗ്രേറ്റ്ഫുൾ ആവുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലൊക്കെ അങ്ങനെ എഴുതാം. നമുക്കത് ഫീൽ ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാം, ഇമാജിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട്
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് നിങ്ങൾ ചെയ്യുന്ന അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു നല്ല നന്മ തന്നെയായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.